ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ പെരുമിഴലൈ കുറുമ്പ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. പെരുമിഴലൈ എന്ന ചെറിയ പ്രദേശത്തെ രാജാവായിരുന്നു കുറുമ്പ നായനാർ. മാതാപിത ഗുരു ദൈവം എന്നല്ലേ നമ്മുടെ ആപ്തവാക്യം. ഗുരുവാണ് നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുക. നല്ല ഗുരുവിനെ ലഭിക്കുക എന്നത് മുൻജന്മ സുഹൃതം തന്നെയാണ്. അങ്ങനെ ഗുരുഭക്തിയിലൂടെ ശിവപാദത്തിൽ എത്തിച്ചേർന്ന മഹത് വ്യക്തിയാണ് പെരുമിഴലൈ കുറുമ്പ നായനാർ. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗുരുവിനെ ആരാധിക്കുന്നയാൾക്ക് എല്ലാ സിദ്ധികളും നിത്യാനന്ദവും ലഭിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. സുന്ദരമൂർത്തി നായനാരായിരുന്നു കുറുമ്പ നായനാരുടെ ഗുരു. സുന്ദരമൂർത്തി നായനാരുടെ മഹിമ കേട്ട് മാനസികമായി അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അദ്ദേഹം ഗുരുവിനെ ആരാധിച്ചു. ഒരു ദിവസം സുന്ദരർ തിരുവഞ്ചൈ കളത്തിലെത്തി. അവിടെ നിന്ന് ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് പോകുമെന്ന് കുറുമ്പ നായനാർക്ക് തന്റെ യോഗശക്തിയാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗുരുവില്ലാത്ത ഈ ഭൂമിയിൽ തന്റെ നശ്വരമായ ചക്രം ഉപേക്ഷിച്ച് ഭഗവാന്റെ വാസസ്ഥലത്ത് എത്തി. യോഗശക്തി കൊണ്ട് കപാലമോക്ഷം കൈവരിച്ച പുണ്യവാനായിരുന്നു കുറുമ്പ നായനാർ. ഓം ശിവശക്തിക്യരൂപിണ്യൈ നമഃ. ഇദ്ദേഹത്തിന്റെ ഗുരുവായ സുന്ദരമൂർത്തി നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.